പത്താൻകോട്ട് വ്യോമസേനാ താവളത്തിലെ ഏറ്റുമുട്ടൽ തുടരുന്നു. വ്യോമസേനാ താവളത്തിൽ ഇനിയും ഭീകരർ ഉണ്ടോ എന്നത് വ്യക്തമല്ലെന്ന് ആഭ്യന്തര സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏറ്റുമുട്ടലിൽ 7 സൈനികരും 4 ഭീകരരുമാണ് കൊല്ലപ്പെട്ടത്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി എസ് സന്തോഷ് ദില്ലിയിൽ നിന്ന് ചേരുന്നു. സന്തോഷ്, ഇനിയും ഭീകരർ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നാണോ ആഭ്യന്തര സെക്രട്ടറി നൽകുന്ന സൂചന? അരുൺ, കഴിഞ്ഞ പുലർച്ചെ 3:30 പത്താൻകോട്ടിൽ ആരംഭിച്ച ആക്രമണത്തിന്റെ ഒരു വ്യക്തമായ ചിത്രം കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ദില്ലിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. അതിൽ അദ്ദേഹം പറയുന്നത് പത്താൻകോട്ടിൽ പുലർച്ചെ 3:30 സൈനിക വേഷത്തിലെത്തി തീവ്രവാദികൾ ആക്രമണം നടത്തിയത്. ഈ ആക്രമണം നടത്തിയ തീവ്രവാദികളിൽ 4 പേരെ വധിച്ചു. 4 പേരുടെ മൃതശരീരം ലഭിച്ചിട്ടുണ്ട്. ഇനി 2 പേർ ഈ വ്യോമസേന ക്യാമ്പിൽ ഒളിച്ചിരിപ്പുണ്ട്. ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ 12:30 പുലർച്ചെ ഇന്ന് രാവിലെ 12:30 വിജയിച്ചു. ഇവരെ അതിനുശേഷം സൈന്യം വളഞ്ഞിരിക്കുകയാണ്. ഇവർക്ക് നേരെയുള്ള ആക്രമണം തുടരുന്നു. അതുകൊണ്ട് തന്നെ പത്താൻകോട്ടിൽ സൈന്യം നടത്തുന്ന ഈ എതിർ പ്രതിരോധം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ആക്രമണം തുടരുന്നു എന്ന് തന്നെയാണ് കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ആക്രമണത്തിൽ മലയാളിയായ ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ കുമാർ അടക്കം 7 സൈനികർ വീരമൃത്യു വരിച്ചു. ഇതിൽ നിരഞ്ജൻ കുമാർ ആകട്ടെ NSGയുടെ ബോംബ് നിർവീര്യ സേനയിലെ ലഫ്റ്റനന്റ് കേണലാണ്. ഒരു തീവ്രവാദിയുടെ ശരീരത്തിലുണ്ടായ ഉഗ്രശേഷിയുള്ള ഗ്രനേഡ് നീക്കം ചെയ്യുന്നതിനിടയിൽ പൊട്ടിത്തെറിച്ച് മരണപ്പെടുകയായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന 5 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. അങ്ങനെ പരിക്കേറ്റ NSG കമാൻഡോകൾ ഏകദേശം 12ഓളം പേർ വരും. വായുസേന അംഗങ്ങളിൽ തന്നെ 8 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 6 പേർ മരണപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഈ വ്യോമസേനയുടെ മറ്റ് തന്ത്രപ്രധാനമായ മേഖലകളിലേക്ക് തീവ്രവാദികൾക്ക് കടന്നെത്താൻ കഴിഞ്ഞില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പത്താൻകോട്ടിൽ നേരത്തെ തന്നെ തീവ്രവാദികൾ ആക്രമണം നടത്തും എന്ന സൂചന ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആക്രമണത്തിന് നേരത്തെ തന്നെ ഉന്നതതല യോഗം ഡൽഹിയിൽ ചേരുകയും NSG കമാൻഡോകളെ ഈ ഭാഗത്ത് വിന്യസിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ആക്രമണം ഫലപ്രദമായി തടയിടാൻ കഴിഞ്ഞു എന്നാണ് പ്രതിരോധ സെക്രട്ടറി അവകാശപ്പെടുന്നത്. അരുൺ. എസ് സന്തോഷ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മലയാളി സൈനികൻ നിരഞ്ജന്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ പിതാവ് ദില്ലിയിലേക്ക് തിരിച്ചു. നാളെ പാലക്കാട് എളമ്പുലശ്ശേരി UP സ്കൂളിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച ശേഷം കുടുംബ വീട്ടിൽ സംസ്കരിക്കും. ഞങ്ങളുടെ പ്രതിനിധി AK ലതീഷ് ചേരുന്നു പാലക്കാട് നിന്ന്. ലതീഷ്, മറ്റ് വിവരങ്ങൾ കൂടി. കേണൽ നിരഞ്ജൻ കുമാറിന്റെ മരണവിവരം അറിഞ്ഞ് നിരവധി പേരാണ് മണ്ണാർക്കാട്ടെ കളരിക്കൽ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് മണ്ണാർക്കാട് CI വീട്ടിലെത്തി മരണവിവരം ഔദ്യോഗികമായി ബന്ധുക്കളെ അറിയിച്ചത്. നിരഞ്ജൻ കുമാറിന്റെ അച്ഛന്റെ അമ്മയും അതേപോലെ തന്നെ ഇളയച്ഛൻ ഹരികൃഷ്ണന്റെ കുടുംബവുമാണ് ഇപ്പോൾ ഇവിടെ മണ്ണാർക്കാട്ടെ കളരിക്കൽ വീട്ടിലുള്ളത്. നിരഞ്ജൻ കുമാർ ജനിച്ചതും വളർന്നതും ബംഗളൂരുവിലാണ്. 30 വർഷമായി നിരഞ്ജൻ കുമാറിന്റെ അച്ഛൻ ശിവരാജൻ ബംഗളൂരുവിലെ ഭാരത് ഇലക്ട്രോണിക്സിൽ ജീവനക്കാരനാണ്. അമ്മ പരേതയായ രാജേശ്വരി, ഭാര്യ ഡോക്ടർ രാധികയും 2 വയസ്സുകാരി മകൾ വിസ്മയയും നിരഞ്ജൻ കുമാറിനൊപ്പം തന്നെയായിരുന്നു താമസം. ഡൽഹിയിലും അതേപോലെ തന്നെ പഞ്ചാബിലുമായിട്ടായിരുന്നു അവർ ഉണ്ടായിരുന്നത്. ഇപ്പോഴും അവരുടെ കൂടെ തന്നെ ക്യാമ്പിൽ അല്ലെങ്കിൽ അവിടെയാണ് ഇവർ കഴിയുന്നത്. മൃതദേഹം ആദ്യം ബംഗളൂരുവിൽ എത്തിക്കും, ഡൽഹിയിൽ എത്തിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് പഞ്ചാബിൽ നിന്ന് ബംഗളൂരിലേക്കായിരിക്കും എത്തിക്കുക. ബംഗളൂരിൽ MEGയിലാണ് 9 വർഷം മുമ്പ് നിരഞ്ജൻ കുമാർ ജോയിൻ ചെയ്തത്. അതിനുശേഷം കഴിഞ്ഞ 3 വർഷമായി അദ്ദേഹം ലഫ്റ്റനന്റ് കേണൽ പദവിയിൽ NSGയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഇത്തരം ഒരു ദാരുണമായ ഒരു സംഭവം ഉണ്ടായത്. എന്തായാലും നിരഞ്ജൻ കുമാർ ജനിച്ചതും വളർന്നതും ബംഗളൂരിലായതിനാലും ഒപ്പം കൂടുതൽ കാലം സർവീസ് ചെയ്തതും ബംഗളൂരിലായതിനാൽ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഉൾപ്പെടെ അന്തിമോപചാരം അർപ്പിക്കുന്നതിനായാണ് ബംഗളൂരുവിലേക്ക് മൃതദേഹം ആദ്യം കൊണ്ടുവരിക. അവിടെ നിന്ന് നാളെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും പാലക്കാട്ട് മണ്ണാർക്കാട്ടെ കളരിക്കൽ വീട്ടിലേക്ക് എത്തുക എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്നാൽ സമയം സംബന്ധിച്ചൊരു കൃത്യമായ വിവരം നമുക്ക് ലഭ്യമായിട്ടില്ല. എന്തായാലും എളമ്പുലശ്ശേരി KAUP സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷമായിരിക്കും പൂർണ്ണ സൈനിക ബഹുമതികളോടെയുള്ള സംസ്കാര ചടങ്ങുകൾ എളമ്പുലശ്ശേരിയിലെ കളരിക്കൽ വീട്ടുവളപ്പിൽ നടക്കുക. അരുൺ. AK ലതീഷാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട് നിന്ന്. തടിയന്റെ വിട നസീറിനും ഷഹനാസിനുമെതിരെ എറണാകുളം പോലീസ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തു. അന്വേഷണം NIAക്ക് കൈമാറിയേക്കും. ഷഹനാസ് ഇമെയിൽ വഴി വിദേശത്തുള്ളവരുമായി ഗൂഢാലോചന നടത്തിയതായും തീവ്രവാദ ആക്രമണത്തിന് ഇരുവരും പദ്ധതിയിട്ടിരുന്നതായും പോലീസ് വ്യക്തമാക്കി.
തീവ്രവാദ ആക്രമണത്തിന് ഷഹനാസും തടിയന്റെ നസീറും പദ്ധതിയിട്ടിരുന്നതായാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനായി വിദേശത്തുള്ളവരുമായി ഗൂഢാലോചന നടത്തിയതായും കണ്ടെത്തി. നേരത്തെ ഷഹനാസ് പിടിക്കപ്പെട്ടപ്പോൾ പോലീസ് ശേഖരിച്ച കത്തുകളും ഷഹനാസിന്റെ ഇമെയിൽ സന്ദേശങ്ങളും പരിശോധിച്ചാണ് ഈ നിഗമനത്തിലെത്തിയത്. ഇരുവർക്കുമെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തു. ഷഹനാസിന്റെ ഇമെയിൽ സന്ദേശങ്ങൾ പോലീസ് വീണ്ടും വിശദമായി പരിശോധിക്കും. രാജ്യത്തെ വിവിധ തീവ്രവാദ കേസുകളിൽ ശിക്ഷ അനുഭവിക്കുന്ന തടിയന്റെ നസീറിനെ രക്ഷിക്കാൻ ശ്രമിച്ചതിനായിരുന്നു ഷഹനാസ് പിടിയിലായത്. തീവ്രവാദ കേസായതിനാലും വിദേശ ബന്ധമുള്ളതിനാലും ഈ കേസ് ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഭീകരപ്രവർത്തനം ആരോപിച്ച് സൗദി അറേബ്യയിൽ 47 പേരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയ നടപടിക്കെതിരെ ഐക്യരാഷ്ട്രസഭ രംഗത്ത്. ഷിയ മുസ്ലിം പുരോഹിതനെ ഉൾപ്പെടെയുള്ളവരെ ശിരച്ഛേദം ചെയ്തതിൽ UN സെക്രട്ടറി ജനറൽ ബാൻ കി മൂൺ സൗദി ഭരണകൂടത്തെ അതൃപ്തി അറിയിച്ചു. സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നും ബാൻ കി മൂൺ ആവശ്യപ്പെട്ടു. സൗദിയുടെ നടപടി മധ്യപൂർവേഷ്യൻ മേഖലയിലെ സംഘർഷങ്ങൾക്ക് ആക്കം കൂട്ടുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. അതേസമയം നടപടിക്കെതിരെ ഇറാനിൽ പ്രതിഷേധം പുകയുന്നു. ടെഹ്റാനിലെ സൗദി എംബസിക്ക് പ്രതിഷേധക്കാരായ ഷിയ വംശജർ തീയിട്ടു. ശമ്പള പരിഷ്കരണം ഈ മാസം അവസാനത്തോടെ നടപ്പിലാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സിവിൽ സർവീസിൽ കാതലായ മാറ്റം അനിവാര്യമാണ്. ഇത്രയധികം ജീവനക്കാരും തസ്തികകളും ആവശ്യമാണോ എന്നത് പരിശോധിക്കും. ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ കൊടുത്താൽ മാത്രം പോരാ, അവർ പണിയെടുക്കുന്നുണ്ടോ എന്നും അതിന്റെ ഗുണം ജനങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതും സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അടൂരിൽ KGOU സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, ഈ ശമ്പള കമ്മീഷൻ നടപ്പാക്കേണ്ട ഫെബ്രുവരി 26 മുമ്പ് നടപ്പാക്കിയാൽ മതി, കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ച്. പക്ഷേ അത്രയും കൊണ്ടുപോകാതെ ജനുവരി അവസാനത്തോടുകൂടി ശമ്പള പരിഷ്കരണം നടപ്പാക്കും എന്നതാണ് ഗവൺമെന്റിന്റെ പ്രഖ്യാപിതമായ സമീപനം. സിവിൽ സർവീസിൽ വലിയൊരു പൊളിച്ചെഴുത്തിന് കേരളത്തിന് അനിവാര്യമാണ്. സിവിൽ സർവീസിൽ കാതലായ മാറ്റത്തിന് ആവശ്യതയുണ്ട്. അനാവശ്യമായ തസ്തികകൾ, ആവശ്യമില്ലാത്ത തസ്തികകൾ, ജനങ്ങളുമായി ബന്ധമില്ലാത്ത ഡിപ്പാർട്ട്മെന്റുകൾ ധാരാളം ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത്രയും കാര്യക്ഷമത ഉണ്ടാക്കാൻ വേണ്ടി അത്രയും ഡിപ്പാർട്ട്മെന്റുകൾ ആവശ്യമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കണ്ണൂരിൽ ഇന്ത്യൻ മാർഷൽ ആർട്സ് അക്കാദമി ആൻഡ് യോഗ സ്റ്റഡി സെന്റർ യോഗ പ്രദർശനം സംഘടിപ്പിച്ചു. ആരോഗ്യ സംരക്ഷണം എല്ലാവരിലും എത്തിക്കുക, പരമ്പരാഗത അറിവിനെ വർഗീയ ശക്തികൾ തെറ്റായ മാർഗത്തിൽ ഉപയോഗിക്കുന്നതിനെ തടയുക എന്ന ലക്ഷ്യത്തോടെ CPIMന്റെ പിന്തുണയോടെയാണ് 1200 പേരുടെ യോഗ പ്രദർശനം സംഘടിപ്പിച്ചത്. PV ജോഷില കണ്ണൂരിൽ നിന്ന്. ജോഷില, വലിയ തരത്തിലുള്ള ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു പരിപാടിയിൽ. എങ്ങനെയാണ് പുരോഗമിച്ചത്? അരുൺ, യോഗ പരിശീലനം സിദ്ധിച്ച 1200 പേരുടെ പ്രകടനത്തിനാണ് കണ്ണൂർ ജവഹർ സ്റ്റേഡിയം അല്പസമയം മുമ്പ് സാക്ഷ്യം വഹിച്ചത്. മാത്രമല്ല, കാണികളായി സ്റ്റേഡിയം മുഴുവൻ ആളുകൾ നിറഞ്ഞു നിന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഇന്ത്യയിൽ ആദ്യമായി സംഘടിപ്പിച്ച ഇത്തരത്തിലുള്ള ഒരു യോഗ പ്രദർശനം അത് വൻ വിജയത്തിലെത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. രാവിലെ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിലെ പരിശീലനത്തിന് ശേഷം ഉച്ചയോടെ ഏകദേശം വൈകുന്നേരം 4 മണിയോടെ ആണ് യോഗ പ്രദർശനം ആരംഭിച്ചത്. യോഗ പ്രദർശനം ശ്രീ M ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന വേളയിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ദൈവവിശ്വാസികൾക്ക് മാത്രമല്ല യോഗ ജനങ്ങളിലേക്ക് ജനകീയവൽക്കരിക്കേണ്ട കാലമാണിത്. യോഗ ആരോഗ്യത്തിനും അതുപോലെ തന്നെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് ഉതകുന്നതാണ്. ഇതിലേക്കാണ് യോഗ എന്നുള്ളത് ശാസ്ത്രീയമായ രീതിയിൽ ജനകീയമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ഘടകം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. എന്തായാലും ആരോഗ്യ പരിശീലനങ്ങളെയും പരമ്പരാഗത ആരോഗ്യ പരിശീലന രീതികളെ വർഗീയ ശിഥിലീകരണ ശക്തികൾ ഉപയോഗപ്പെടുത്തി തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുന്നതിനെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് CPIM ആണ് എല്ലാ പിന്തുണയും ഇന്ത്യൻ മാർഷൽ ആർട്സ് അക്കാദമി ആൻഡ് യോഗ സ്റ്റഡി സെന്ററിന് നൽകിയത്. ഇത് വൻ വിജയത്തിലെത്തിയിരിക്കുന്നു എന്ന കാഴ്ചയാണ് ഇന്ന് ജവഹർ സ്റ്റേഡിയത്തിൽ കാണാൻ കഴിഞ്ഞത്. ശബരിമല മേൽശാന്തിയുടെ പേരിൽ വ്യാജ വിസിറ്റിംഗ് കാർഡ് ഉപയോഗിച്ച് തട്ടിപ്പ് നടക്കുന്നതായി സംശയം. മേൽശാന്തി SC ശങ്കരൻ നമ്പൂതിരിയുടെ പേരിൽ കർണാടക, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ ഇടങ്ങളിൽ തട്ടിപ്പ് നടക്കുന്നതായാണ് സൂചന. ഇത് സംബന്ധിച്ച് മേൽശാന്തി സന്നിധാനം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞയാഴ്ച ബാംഗ്ലൂരിൽ നിന്നെത്തിയ ഒരു തീർത്ഥാടകന്റെ പക്കലാണ് ശബരിമല മേൽശാന്തി SC ശങ്കരൻ നമ്പൂതിരി തന്റെ പേരിലുള്ള വ്യാജ വിസിറ്റിംഗ് കാർഡ് ആദ്യം കണ്ടത്. അന്വേഷിച്ചപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് മേൽശാന്തിയുടെ അടുത്ത ആളാണെന്ന് സ്വയം പരിചയപ്പെടുത്തിയ വ്യക്തിയാണ് കാർഡ് തന്നതെന്നായിരുന്നു മറുപടി. കാർഡിൽ ഇയാളുടെ ഫോൺ നമ്പറുമുണ്ട്. ഒപ്പം മേൽശാന്തിയുടെ ഉപയോഗത്തിലില്ലാത്ത 2 നമ്പറുകളും. കാർഡിന്റെ മറുവശത്ത് തെറ്റായ ഫോൺ നമ്പർ അടക്കം മേൽശാന്തിയുടെ മേൽവിലാസവും കൊടുത്തിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം ആന്ധ്രാപ്രദേശിൽ നിന്നെത്തിയ ചില തീർത്ഥാടകരും സമാനമായ വിസിറ്റിംഗ് കാർഡ് മേൽശാന്തിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി.
അതോടെയാണ് വ്യാജ വിസിറ്റിംഗ് കാർഡ് ഉപയോഗിച്ച് തന്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്നതായുള്ള സംശയം ബലപ്പെട്ടതെന്ന് മേൽശാന്തി പറയുന്നു. ഇതൊക്കെ എന്താ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ എന്നെ വിളിച്ചാൽ കിട്ടത്തില്ല എന്ന് ആ വ്യക്തിക്ക് അറിയാമായിരിക്കും. അപ്പോൾ ആ വ്യക്തി ആ സമയം നോക്കി ആ കോൺടാക്ട് നമ്പർ വിളിക്കുമ്പോൾ ശബരിമലയിലുള്ള പൂജ ബുക്കിങ്ങിനോ അതല്ലെങ്കിൽ മറ്റു പൂജകൾക്കോ ആയിട്ട് സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് സംബന്ധിച്ച് മേൽശാന്തി സന്നിധാനം പോലീസിൽ പരാതി നൽകി. നേരത്തെ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ പേരിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് തീർത്ഥാടകരിൽ നിന്നും പണം തട്ടുന്ന സംഘം സന്നിധാനത്ത് പിടിയിലായിരുന്നു. സമാന രീതിയിലുള്ള തട്ടിപ്പാണ് മേൽശാന്തിയുടെ പേരിലുള്ള വ്യാജ വിസിറ്റിംഗ് കാർഡ് ഉപയോഗിച്ചും നടക്കുന്നതെന്നാണ് സംശയിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, സന്നിധാനം.